നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്തിമവാദവും പൂർത്തിയായ വിധി പറയാനിരിക്കെ ബംഗളൂരു സ്ഫോടന കേസിന്റെ വിചാരണ കോടതി മാറ്റിയതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. ബംഗളൂരു സിറ്റി സിവിൽ കോർട്ട് രജിസ്ട്രാറുടെ വിവാദ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിചാരണ തടവുകാർ സുപ്രീം കോടതിയെ സമീപിച്ചതായി സക്കരിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ. സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അലക്സ് ജോസഫ് മുഖേനയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 4 മാസത്തിനകം വിധി പറയണമെന്നും അല്ലാത്തപക്ഷം പ്രതികൾക്ക് ജാമ്യം നൽകണമെന്നുള്ള സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവിനെ ബോധപൂർവം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പുതിയ കോടതി മാറ്റത്തിന് പിന്നാലെയെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. കേസിന്റെ ആദ്യഘട്ടം മുതൽ വിചാരണ നീട്ടിക്കൊണ്ടുപോയി. വിചാരണയെ തന്നെ ഒരു ശിക്ഷയാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ പറഞ്ഞു. 2010 സെഷൻസ് കോടതിയിൽ കമ്മിറ്റഡായ ഈ കേസിൽ വിചാരണ ആരംഭിക്കാൻ തന്നെ 2 വർഷമെടുത്തു. തുടർന്ന് 2013 അന്നത്തെ ജഡ്ജി ട്രാൻസ്ഫർ ആയി. 2014 തടവുകാർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കേസ് അവസാന ഘട്ടത്തിലാണെന്നും 4 മാസത്തിനകം തീർപ്പാക്കുമെന്നും കർണാടക അഡ്വക്കേറ്റ് ജനറൽ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. എന്നിരുന്നാലും തുടർന്നു വന്ന പ്രത്യേക കോടതി ജഡ്ജി ബസവരാജ കേസ് വേഗത്തിൽ തീർക്കാൻ ശ്രമിച്ചപ്പോൾ പ്രോസിക്യൂഷൻ അതിനെ പ്രതിരോധിക്കുകയുണ്ടായത്. സാക്ഷികളെ വേഗത്തിൽ ഹാജരാക്കാൻ കോടതി കർശന നിർദ്ദേശം നൽകിയതോടെ കേസ് പെട്ടെന്ന് തീരുമെന്ന് മനസ്സിലാക്കിയ പ്രോസിക്യൂഷൻ 2014 ഡിസംബറിൽ കേസ് NIA കോടതിയിലേക്ക് മാറ്റാൻ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിച്ചു. നിരവധി കേസുകൾ കൈകാര്യം ചെയ്യുന്ന NIA കോടതിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് വിചാരണ വീണ്ടും ഇഴഞ്ഞു നീങ്ങി. മാത്രവുമല്ല, വിസ്താരം കഴിഞ്ഞ സാക്ഷികളെ പോലും പ്രോസിക്യൂഷൻ വീണ്ടും വിളിച്ചു വരുത്തി കേസ് അനന്തമായി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് 2015 പ്രതികൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഈ കേസ് മാത്രം വിചാരണ നടത്തുന്നതിനായി CCH 49 കോടതി രൂപീകരിച്ചു. അവിടെ അനുദിന വിചാരണ പൂർത്തിയായി അന്തിമവാദം തുടങ്ങാനിരിക്കെയാണ് UAPA കേസുകളെല്ലാം ഒരൊറ്റ കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ പുതിയ ഹർജി വരുന്നത്. പ്രതികളുടെ എതിർപ്പുകൾ മറികടന്ന് കേസ് വീണ്ടും CCH 50 കോടതിയിലേക്ക് മാറ്റി. ഈ കോടതിയിൽ വെച്ച് ഒരു തവണ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായപ്പോൾ ജഡ്ജി മാറിപ്പോയി. പിന്നീട് വന്ന ജഡ്ജിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ വാദവും പകുതിയോളം ഡിഫൻസ് വാദവും തീർന്നപ്പോഴും ജഡ്ജിക്ക് സ്ഥലമാറ്റമുണ്ടായി. ഒടുവിൽ നിലവിലുണ്ടായിരുന്ന കോടതിയിൽ 2025 ജൂലൈ 16 മുതൽ 2026 ഫെബ്രുവരി 2-ാം വാരം വരെ നീണ്ടുനിന്ന ദീർഘമായ അന്തിമവാദമാണ് പൂർത്തിയായത്. പ്രതികൾ വിധി പ്രസ്താവനത്തിനായി കാത്തിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് ഭരണകൂടത്തിന്റെ ബോധപൂർവമായ ഇടപെടലിലൂടെ കേസ് വീണ്ടും പുതിയൊരു കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഭരണകൂടം നടത്തുന്ന ഈ കടുത്ത അനീതിക്കെതിരെയും മറവിക്ക് വിട്ടുകൊടുക്കാതെയുള്ള നിയമ പോരാട്ടങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ വ്യക്തമാക്കി.